ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുജൈറയിൽ കണ്ടുപോകുന്നത് രാവിലെ ഒരു 12:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പാക്ക് ഫുജൈറയിൽ ഒരു പേപ്പർ വർക്ക് ശരിയാക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പാൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടി പോയതാണ്. ഞാനും എൻ്റെ നാത്തുമാരും ബാബുക്കയും കൂടിയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. ഇപ്പാന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി സദ്യയായിരുന്നു. ഒരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. പായസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ലെമൺ ടീ ഒക്കെ കഴിച്ചപ്പോൾ വയറ് ഫുള്ളായി. നാട്ടിലുള്ള ഉറി റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെ ചട്ടിച്ചോറ്, ബിരിയാണി ചോറ്, അങ്ങനത്തെ പല ഐറ്റം ചോറുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇലയിലിട്ട സദ്യയാണ് കേട്ടോ കഴിച്ചത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് കോർഫുഖാൻ ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോണ വഴി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഒരുപാട് റൗണ്ട് ഓഫ് ബോട്ട് ഉണ്ട്. അതും റാന്തൽ, കപ്പ്, ഷീപ്പ്, അങ്ങനെ പല ഐറ്റംസ് ഉള്ള റൗണ്ട് ഓഫ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോണ വഴി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഓൺ ദ സ്പോട്ടിൽ തന്നെ പോലീസ് എത്തും. അതൊരു പോയിൻ്റ് തന്നെയാണ്. ഞങ്ങൾ അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം ബാബുക്കുൻ്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം പോകണമെന്ന് പറഞ്ഞ്. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ട് ഫോട്ടോ എടുത്ത് അത്രയേ ഉള്ളൂ കേട്ടോ. അധികം നേരം നിന്നിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ അൽബിദ്യ എന്ന് പറഞ്ഞൊരു പള്ളി കാണാൻ വേണ്ടി പോയി. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ പള്ളിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ എത്തി. ബാബുക്ക് ഇപ്പിയൊക്കെ അവിടെ നിന്ന് നിസ്കരിച്ചു. അതിനുള്ളിൽ കയറാം. നമ്മൾ അബായ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കയറി നിസ്കരിക്കാം. പക്ഷെ ഞാൻ അബായ ഇടാത്തത് കാരണം ഞങ്ങൾ പുറത്ത് തന്നെ നിന്നത്. ഇവിടെ ചെറിയൊരു കിണറൊക്കെ ഉണ്ട്, അത് മൂടിയിട്ടുണ്ട്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേഗം പോയി.
അങ്ങനെ ഞങ്ങൾ ബാബുക്കുൻ്റെ ഫ്രണ്ടിനൊക്കെ കണ്ടു. അവർ ഡ്യൂട്ടി ടൈമാണ്, അപ്പോൾ അധികം നേരം സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് സംസാരിച്ച് അവർ വേഗം പോയി. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇനി വേറൊരു ഫ്രണ്ട് ഉണ്ട്, ആഷിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനെയും കൂടെ ഒന്ന് കണ്ടിട്ട് വേണം ഞങ്ങൾ തിരിച്ച് പോവാൻ. ഹായ് ഗൈസ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കരളിനെ കാണാൻ പോയതാണ്. ഒരു കൂട്ടിയിട്ട് ഞങ്ങൾ ദുബായിലേക്ക് പോവാണ്. അങ്ങനെ ആഷിക്കിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ദുബായിലേക്ക് പോവുകയാണ്. അവിടെ അവർ 2 ഫ്രണ്ട്സിനെയും കൂടി കാണാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്